നല്ല നടനെന്ന് വിളിക്കാൻ എന്താണ് എത്ര ബുദ്ധിമുട്ട്? അതുകൊണ്ട് നടനാന്ന് ഞങ്ങൾ അംഗീകരിച്ചു അല്ല, കഴിഞ്ഞു. ഇതെന്താന്ന് പറയുമ്പോ എനിക്ക് ഞാൻ അങ്ങനെ ഉള്ളൊരു പരിപാടിയല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ കുറച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇൻട്രോവേർട്ടായിരുന്ന, ഇപ്പോഴും കുറച്ച് സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് തോന്നുന്നത് എന്താണെന്ന് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതല്ല ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ രൺബീർ കപൂർ എന്ന് വെച്ചാൽ പുള്ളി ചെയ്യുന്ന സിനിമകളും പുള്ളിയുടെ മൊത്തത്തിലുള്ള പരിപാടികളും ഒക്കെ ഭയങ്കര അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന് പറ്റിയിട്ടുള്ള പരിപാടികളാണ്. ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല പുള്ളി ഗംഭീര ആക്ടറുമാണ്. അതിൽ ഒരു തർക്കവുമില്ല. എനിക്കെപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അങ്ങനെ വിളിക്കാമോ എന്നൊക്കെ ഒരു സെൽഫ് ഡൗട്ടൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുള്ള ആളാണ്. എന്നെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അത് വേറൊരു രീതിയിൽ എനിക്കതൊരു ബാധ്യതയായിട്ട് ആണ് തോന്നാറുള്ളത്. എനിക്ക് നേരെ മറിച്ച് ഇപ്പൊ പോകുന്ന പോലെയൊക്കെ തന്നെ ഇത്ര നാളെങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെ ചെയ്യുന്ന സിനിമകളുടെ കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നുണ്ട്. പലതരം സിനിമകൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്, നമുക്ക് ഇപ്പം ഈ ഒരു വർഷം തന്നെ കള്ളനായിട്ടും ഇലക്ട്രീഷ്യനായിട്ടും പഴയൊരു യോദ്ധാവായിട്ടും പോലീസുകാരനായിട്ടും പിന്നെ സിനിമാ നടനായിട്ടും സ്കെച്ച് ആർട്ടിസ്റ്റായിട്ടും മുഖ്യമന്ത്രിയായിട്ടും വേറെ ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ടും, നേരത്തെ ഞാനൊരു ഒരു SI ആയിട്ട് ചെയ്തെങ്കിൽ ഇനി ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ടും, അങ്ങനെ പലതരം സിനിമകൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് ആണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സും. സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ളത് ഒരിക്കലും എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടില്ല. എനിക്കത് എന്തിൻ്റെയോ അവസാനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയല്ല. എൻ്റെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ജേർണി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് പ്ലേ ചെയ്യാനുള്ള അവസരം കിട്ടി. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നും അങ്ങോട്ട് ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ARM കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയാണല്ലോ 3 തരത്തിലെത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലൊരു ചിന്ത. ശരിക്കും അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആകാനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ആളുകൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അത് എനിക്ക് ശരിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ആനന്ദിക്കുകയും അത് ഉടനെ താങ്ക് യു എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങുകയല്ലേ ചെയ്യും. ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ആണ്, ഞങ്ങളൊന്ന് വിളിച്ചോട്ടെ പ്ലീസ്, നമുക്കൊന്ന് വിളിച്ചാലോ? തമാശക്ക് വിളിക്കുന്നുണ്ടോ? തമാശക്ക് സീരിയസ് ആയിട്ട് വിളിക്കത്തില്ലേ? നമുക്ക് വിളിക്കാം. 1 2 3 സൂപ്പർ സ്റ്റാർ ടൊവിനോ. അതിനേക്കാൾ എത്രയോ സന്തോഷം ഉണ്ടായിരിക്കും എന്നെ എന്താ പറയുക, നല്ല ആക്ടർ. അതിലെന്നെയാണ് ഞാൻ ട്രിപ്പ് ചെയ്യുന്നത്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ അത് വേറെ തരം ഒരു ഓറയൊക്കെ കീപ്പ് ചെയ്യണം, വേറെ രീതിയിൽ ബിഹേവ് ചെയ്യണം. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റേജിൽ പഠിച്ചു വന്ന് പ്രസംഗിക്കാനൊന്നും അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പഴയ ഒരു ഇൻട്രോവേർട്ട് ട്രേറ്റ്സും പിന്നെ ഈ സോഷ്യൽ ആങ്സൈറ്റിയും ഒക്കെ കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടെ എൻ്റെ പണിയും പിന്നെ ആളുകളൊക്കെ കാണുന്ന സമയത്ത് അവരോട് മാന്യമായി പെരുമാറുക, വീട്ടിൽ പോവുക, ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊപ്പം ചില്ല് ചെയ്യുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഞാൻ വേറെ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല.